കേരളത്തെയും ദേശീയ തലത്തെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിലനിന്നിരുന്ന ശശി തരൂർ തർക്കങ്ങൾക്ക് ഡൽഹിയിൽ നടന്ന ഹൈക്കമാൻഡ് കൂടിക്കാഴ്ചയുടെ താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നേരിട്ടിടപെട്ട് തരൂരിനെ അനുനയിപ്പിച്ചത്. പാർലമെന്റ് മന്ദിരത്തിലെ ഖാർഗെയുടെ ഓഫീസിൽ നടന്ന 2 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ KC വേണുഗോപാലും പങ്കെടുത്തു. കൊച്ചിയിലെ മഹാപഞ്ചായത്ത് വേദിയിൽ നേരിടേണ്ടി വന്ന അവഗണനയും തുടർന്ന് ഉയർന്നു വന്ന CPIM പ്രവേശന വാർത്തകളും ഉൾപ്പെടെയുള്ള സങ്കീർണമായ വിഷയങ്ങൾ ഈ ചർച്ചയിൽ കടന്നുവന്നു. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് പരിപാടിയിലുണ്ടായ ചില സംഭവങ്ങളാണ് തരൂരിനെ കുറച്ചു കാലമായി അകൽച്ചയിലാക്കിയത്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത വേദിയിൽ തന്നെ വേണ്ടവിധം പരിഗണിച്ചില്ലെന്നും മറ്റ് നേതാക്കളെ അഭിവാദ്യം ചെയ്തപ്പോൾ തന്നെ കണ്ട് ഭാവം നടിച്ചില്ലെന്നുമുള്ള പരാതി തരൂർ നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുൻപേയുള്ള ഒരു പൈലറ്റ് പ്രസംഗകനായി തന്നെ പരിമിതിപ്പെടുത്തിയതിലും അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചു. ഇതിന് പിന്നാലെ നടന്ന നിർണായകമായ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക യോഗത്തിന് തരൂർ വിട്ടുനിന്നത് വലിയ വിവാദമായിരുന്നു. എന്നാൽ താൻ മുഖ്യമന്ത്രി പദവി മോഹിക്കുന്ന ആളല്ലെന്നും തന്നെ അത്തരത്തിൽ ചിത്രീകരിക്കുന്നത് ദുരുദ്ദേശപരമാണെന്നും അദ്ദേഹം ഹൈക്കമാൻഡിനോട് വ്യക്തമാക്കി. കേരളത്തിലെ ചില നേതാക്കൾ തന്നെ അനാവശ്യമായി ശത്രുവായി കാണുന്നുവെന്ന പരിഭവവും അദ്ദേഹം പങ്കുവച്ചു. തരൂരിന്റെ പരാതികൾ വളരെ അനുഭവപൂർവമായാണ് ഖാർഗെയും രാഹുൽ ഗാന്ധിയും കേട്ടത്. ശശി തരൂർ എന്ന നേതാവിന് പാർട്ടിക്കുള്ളിലെ അർഹമായ പ്രാധാന്യവും സ്ഥാനവും ഉറപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് ഉറപ്പു നൽകി. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും ഈ ഘട്ടത്തിൽ നേതാക്കൾ തമ്മിലുള്ള ചെറിയ പിണക്കങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന നിർദ്ദേശം തരൂർ സന്തോഷത്തോടെ സ്വീകരിച്ചു. ചർച്ചയ്ക്ക് ശേഷം പുറത്തുവന്ന തരൂർ താനും പാർട്ടിയും ഒരേ ദിശയിലാണെന്നും ഇനി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൂടുതൽ സജീവമായി ഉണ്ടാകുമെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താൻ BJPയിലേക്കോ CPIMയിലേക്കോ പോകുന്നുവെന്ന രീതിയിൽ വന്ന വാർത്തകളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അനുനയ നീക്കങ്ങൾക്ക് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് നടന്ന ഗാന്ധി അനുസ്മരണ ചടങ്ങിൽ തരൂർ പങ്കെടുത്തത് പ്രവർത്തകർക്കിടയിൽ പുതിയ ഉന്മേഷം പകർന്നു. സംസ്ഥാന നേതാക്കളുമായി വേദി പങ്കിട്ട അദ്ദേഹം ഐക്യത്തിന്റെ സന്ദേശമാണ് നൽകിയത്. അതേസമയം തരൂരിനെ അനുനയിപ്പിക്കുന്നതിൽ തനിക്ക് പ്രത്യേക പങ്കില്ലെന്നും മുതിർന്ന നേതാക്കൾ തന്നെ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചതെന്നും ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കിയത് പാർട്ടിക്കുള്ളിലെ പക്വതയുടെ നീക്കമായി വിലയിരുത്തപ്പെടുന്നു. തരൂരിനെ പോലുള്ള നേതാവിനെ മാറ്റി നിർത്തുന്നത് പാർട്ടിക്ക് ഗുണകരമാവില്ലെന്ന തിരിച്ചറിവ് ഇപ്പോൾ എല്ലാ തലത്തിലും ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തരൂരിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ അനുനയ നീക്കം കേരളത്തിലെ UDF ക്യാമ്പുകളിൽ പുതിയ ഒരു ഊർജം നൽകിയിട്ടുണ്ട്. ശശി തരൂരിന്റെ സാന്നിധ്യം യുവാക്കളെയും നിഷ്പക്ഷ വോട്ടർമാരെയും സ്വാധീനിക്കാൻ സഹായിക്കുമെന്ന് പാർട്ടി നേതൃത്വം വിശ്വസിക്കുന്നു. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ ജനപ്രീതിയുള്ള നേതാക്കളെ മുൻനിരയിൽ നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ഹൈക്കമാൻഡ് നയത്തിന്റെ ഭാഗം കൂടിയാണ് ഈ നീക്കം. തരൂർ വിഷയത്തിൽ ഉണ്ടായ ഈ ദില്ലിയിലെ മഞ്ഞുരുക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്രത്തോളം ഗുണകരമാകുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്.